ഫുള്ള് ജ്വല്ലറി അല്ലേ? നിറയെ. ഇവിടെ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ജ്വല്ലറിക്ക് 1 കിലോയോ? 1 കിലോ ഇല്ലല്ലോ, 1 പവൻ. 1 പവന് 400 റിംഗിറ്റ്സാ ആണ് പറഞ്ഞത്. അതെ അതെ, ഗോൾഡ് എനിക്ക് ഇങ്ങോട്ട് വന്ന് മേടിച്ചാൽ ഗോൾഡ് 5 പവനായിരുന്നു. അതെ, 916 ആണൊക്കെ പറയുന്നത്. ആ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും ഏതാ മലബാർ ഗോൾഡ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? മലബാർ ഗോൾഡ് അപ്പുറത്തെ സൈഡ്. MS ഗോൾഡ് ഉണ്ട് അവിടെ, ദുബായ് ജുവല്ലേഴ്സ്. നമ്മളിപ്പോ എങ്ങോട്ടേക്ക് പോകുന്നേ? നമ്മളിപ്പോ KL ടവർ, നമ്മൾ ഫ്രീഡം പാർക്ക് പോകും, നമ്മൾ അക്വേറിയം പോകും, ബേർഡ് പാർക്ക്, ട്വിൻ ടവറിൽ പോകുന്നില്ല. ട്വിൻ ടവർ അത് നമ്മൾ ഇന്നലെ രാത്രിയെ കണ്ടത്. ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു രാത്രി, വെറുതെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല ലൈറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല രസമാണ്, സ്പാർക്കിള് ചെയ്യുമായിരുന്നു. സോ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തോട്ട് കൊണ്ടിരിക്കുക. ഫ്ലവേഴ്സ് വേണമെന്ന് വെച്ചേ ആഗ്രഹമുണ്ട്. കേക്കാണല്ലേ ഞാൻ റിംഗിറ്റ് കൊടുത്ത് അയ്യോ അത് വേണ്ട, വീട്ടിൽ പോയി പറിച്ചെടുത്തോളാം. ഇതൊരു മാളല്ലേ? എന്തോ ജയവശുണ്ടായിരുന്നില്ലേ? എന്തോ ജാക്ക് മാളോ? ദിസ് ഈസ് ജെ മോൾ. ജെയ്ക്ക് മാളോ? ജെയ്ക്ക് മോൾ. മോൾ we reached the royal residence of the king of Malaysia. So the king of Malaysia is officially known as Yang di Pertuan Agong. വലിയ പേരാ, നമുക്ക് യാങ് ഡി എന്ന് വിളിക്കാം. യാങ് ഡി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നല്ല തുറക്കായിരുന്നു, നല്ല രീതിക്ക്. നമ്മളെവിടെ വന്നിരിക്കുന്നു? നമ്മൾ നാഷണൽ മോണ്യുമെന്റ്, ഓൾസോ കോൾഡ് ആസ് ദി ഫ്രീഡം പാർക്ക്. യെസ്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ World War II ഇവിടെയും അഫക്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം ജാപ്പനീസ്, അതായത് ദിസ് മലേഷ്യ വാസ് അണ്ടർ ബ്രിട്ടൻ ഓക്യുപ്പേഷൻ ആസ് വെൽ ആസ് ജാപ്പനീസ് ഓക്യുപ്പേഷൻ. അപ്പോൾ ഈ ജാപ്പനീസ് ഓക്യുപ്പേഷനിൽ നിന്ന് ജാപ്പനീസ് വാറിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഫ്രീഡം ഫൈറ്റേഴ്സിനെ നമ്മൾ അവരെ ഇത് ചെയ്തുകൊണ്ട് പണിത് അതിന്റെ വാക്കെന്താ, അതായത് അവരെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മോണുമെന്റ് ആണ്, നാഷണൽ മോണുമെന്റ് ആണ് ടുഗു നിഗറ ഡാം. ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ മലേഷ്യ എന്ന് പറയുന്നത് ഈവൻ ദോ മൊണാർക്കിയുടെ ഇറ്റ്സ് പാർലമെന്ററി മൊണാർക്കിയാണ്, അതായത് മൊണാർക്കി ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. എന്നാലും എലക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ 2 പാർലമെന്റും ഇവിടെയാണ് സിറ്റുവേറ്റഡ്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഈ ഒരു നമ്മളിനിയിപ്പോൾ കാണാൻ പോണ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വേൾഡ്സ് ടോളസ്റ്റ് ബ്രോൺസ് സ്റ്റാച്ചു. ബ്രോൺസ് ആണ്. ബ്രോൺസിന് മലയാളം എന്താ? ചെമ്പ്. ചെമ്പ്. യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. വെയിലാണ്.
ഇവിടെ പക്ഷെ അവിടത്തെ അത്ര പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അതെ, ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കും. സ്റ്റാച്ചു ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാം ടോംബിന്റെ ഷേപ്പിലാ ഇല്ലേ? എല്ലാം മിക്ക മോണുമെന്റ് നമ്മൾ പോയ മിക്ക സ്ഥലത്തും ഈ ഒരു ഷേപ്പ് ഉണ്ട്. ഇറ്റ്സ് സോ ഹ്യൂജ്. വെയിലുണ്ട് നല്ല രീതിക്ക്. നല്ല രീതിക്ക്. പക്ഷെ കഴിഞ്ഞ സ്ഥലത്ത് അത്ര വെയിലില്ല കേട്ടോ. This looks majestic. Tastina undirita hai guys. അതാണ് സ്റ്റാച്ചു, ദി ബ്രോൺസ് സ്റ്റാച്ചു. നമ്മളതിന്റെ ബാക്ക് കണ്ടിട്ട് നമുക്ക് ഫ്രണ്ടിൽ പോവാം. ഇവിടെ ഇത് മാർബിൾ ആണെന്ന് തോന്നുന്നു, മാർബിൾ ഗ്രാനൈറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇല്ല, മറ്റേത് കുറച്ചും കൂടി ഓപ്പൺ ആയിരുന്നു, മരങ്ങളൊക്കെ കുറവായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് കുറച്ചും കൂടി മരങ്ങളൊക്കെ ഉണ്ട്. ഓൾസോ സൈഡ് വ്യൂ, നമുക്ക് ഫ്രണ്ട് വ്യൂ കാണിക്കാം. പാക്കേജിലെല്ലാം ഇൻക്ലൂഡ് അല്ലേ? സത്യം, മോസ്റ്റ് ഓഫ് ദി സിറ്റി കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി സ്റ്റേ ചെയ്യണ ഹോട്ടൽ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സിറ്റിയുടെ നടുക്കാണ്. അതുകൊണ്ട് എല്ലാം കവർ ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മളെല്ലാം കവർ ചെയ്തെടുക്കാം നമുക്ക്. എല്ലാം സെന്റർ ആണത്. നല്ല രസമുണ്ട്. ഇതിന്റെ ഫോട്ടോ നല്ല രസമുണ്ട്. നല്ലൊരു ക്ലൈമറ്റും കൂടെ. ഇപ്പൊ നല്ല വെയിലൊന്നും ഇതുണ്ട് കേട്ടോ, ഗ്യാപ്പ് ഉണ്ട്. എടാ മറ്റേ ഫോട്ടോ ഇടാ. Dedicated to the heroic fighters in the cause of peace and freedom, may the blessing of Allah be upon them. നമ്മുടെ മലേഷ്യൻ ഫ്ലാഗ്. We are in Taman Burung. You can enter. അതിനടുത്ത് തൊടാൻ തരാൻ നോക്കാം, ചോദിക്കാം. ഇത് എന്താ പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് വൺ ഓഫ് ദി ലാർജസ്റ്റ് വാക്ക് ഇൻ ബേർഡ് പാർക്ക്. അതായത് ഇറ്റ്സ് an aviary. സത്യം. ഇറ്റ്സ് an aviary. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. അയ്യോ ബേബി കിടന്ന് തുള്ളിച്ചാണ്ട്. ഓ സോ യെല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. Майя, ну смотри, какие они красивые. А этот сидит кушает кукурузу, да? Это നോക്കണം. ഇതെന്തല്ലേ? ആവൂ കപില. ചെറുതായിട്ട് വെയിലുണ്ട്, പക്ഷെ നേരത്തെക്കാളും This is our third place ഇന്നത്തെ Day 2. നല്ല രസമുണ്ട്. പക്ഷെ നേരത്തെക്കാലൊക്കെ തണുപ്പുണ്ട് ഇവിടെ. സോ നമ്മുടെ വേൾഡ്സ് ലാർജസ്റ്റ് വാക്കിംഗ് ഇൻ ഏവറി ആണ്.
അതായത് കൂടിനുള്ളിൽ ഇതൊരു വലിയ കൂടാ. ഈ കൂടിനകത്തെ കൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ശ്രദ്ധിച്ചു നോക്കണം. കണ്ടാ, ഓരോ വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ആണ്. പീകോക്ക് അവിടെ പറഞ്ഞാൽ നമ്മള് ശരിക്കും വിരിഞ്ഞിരിക്കണം കണ്ടായിരുന്നു. മെയിൽ peacocks are called as peahen. അതൊരു ഫീമെയിൽ ആണോ? സംശയമില്ല. ഇവിടെ ഓൾമോസ്റ്റ് 3000 വെറൈറ്റീസ് ഓഫ് ബേർഡ് സ്പീഷീസ് ഉണ്ട് ആണ് കണക്ക്. ഇതൊക്കെ ലൈക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ നോക്കണം. പെട്ടെന്ന് കാണാൻ പറ്റില്ല, കാരണം ഇവര് നേച്ചറായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകും ഈ ഒരു സറൗണ്ടിങ്സ് ആയിട്ട്. ഐ തിങ്ക് they are the peafowl. So ചിൽഡ്രൻസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ. ഡെഫിനറ്റ്ലി. വേറെ ഒരു കാര്യം പറയാതിരിക്കുമ്പോ ഇവിടുത്തെ കുട്ടികളാണ്. അയ്യോ, എടതേ നോക്കടാ. We can dine with them. So fun. അവര് ഫീഡ് ചെയ്യരുതെന്ന് ഉണ്ട്. അയ്യോ, അത് ഞാൻ പണ്ട് എനിക്കൊരു പേടി സ്വപ്നായിരുന്നു. ഓടി വന്ന് കുത്തത്. ആണോ? എന്താ അതൊക്കെ തിരിഞ്ഞു ഇവിടുത്തെ കൊത്തില്ലായിരിക്കണം. ഉണ്ട് നല്ല രീതിക്ക്. പീകോക്ക്, നീ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തരോ? ആ, വെള്ളം കുടിക്കണ. അവരിവിടുന്ന് വെള്ളം കുടിക്കണ ഒരു നാച്ചുറൽ, എന്താ പറയാ, ഒരു നാച്ചുറൽ വാട്ടർ ഫ്ലോ പോലെ അവര് പണിതേക്ക. അങ്ങനെയുണ്ട് ബേർഡ്സിന്റെ കൂടെ എന്റെ അടിയിലോട്ടുണ്ട്. നേച്ചറിനെ ഇഷ്ടമാണ്. നേച്ചറുടെ വീട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നു. പണ്ടോ ഒരു കൂട്ടിലവിടെ മയിലോക്കി കൂട്ടായി. എന്റെ കേറിയിരിക്കുന്ന എന്തേ? ചുമ്മാ എല്ലാരും ഇവിടെ ഇരിക്കണം. അതെന്തിനാന്ന് വെച്ചാ ഇത് നേച്ചറെ വെറുതെ വിടുന്നില്ല. അയ്യോ, കുറച്ച് ഞാൻ മാത്രല്ല കേട്ടോ, വേറൊരാൾ എന്തിനാ അവിടെ പോയി നിക്കണേ? ഞാൻ വീടെടുക്കാൻ ഇവിടെ ഇരുന്ന ആളാട്ടോ. ഞാൻ വീട്ടിൽ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ വന്നത്. നേച്ചർ രക്ഷിക്കാൻ വന്നിട്ട്. സോ നമ്മളങ്ങനെ ഐസ്ക്രീംസ് ഒക്കെ കഴിച്ചു. നമ്മൾ നമ്മുടെ ഓർമ്മിപ്പിക്കല്ലേ. ഇത് മറ്റേതല്ല, മൈനയാണോ? മൈന നല്ലെന്നാണ്. ഞങ്ങൾക്ക് അവിടെ എങ്ങനെയാ, മൈനേനെ കണ്ടാ 3 പ്രാവശ്യം തുപ്പണമെന്നാ. തുപ്പിയാല് ചോക്ലേറ്റ് കിട്ടുന്നാ. സത്യം കിട്ടും. എനിക്ക് ഇപ്പോഴും ചോക്ലേറ്റ് കിട്ടാറുണ്ട്. ആ ദിവസം അല്ല, എപ്പോഴെങ്കിലും കിട്ടും. അല്ല, എന്തായാലും ചോക്ലേറ്റ് വാങ്ങി കഴിക്കൂല്ലോ. ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചിരുന്ന. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എനിക്ക് ബുദ്ധിയൊക്കെ വെച്ചു. Oh my god, that is so pretty. Andy, rotate. നോക്ക്. Oh, very nice, very nice. അവിടെ ഒരു മൈൻഡും ഇല്ല. ഇതെന്താ ഇവര് വിടർന്നിരിക്കണെന്നറിയോ? To attract female peacocks അല്ല, കൗവോ പീഹെന്നല്ല, കൺഫ്യൂഷൻ ആവോ? താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? കമോൺ, സേ ഹായ്. ഇത് ഞങ്ങൾ പോവാ. ടാറ്റ പറ. ഒന്നും പറയാനില്ല. അതവിടെ ഇങ്ങനെ ഇരിക്കുക.
ഇപ്പൊക്കെ അവിടെ ഒളിച്ചിരിക്കും, ലൈൻ വലിക്കാണ് ഇവര്. ആ ഇങ്ങോട്ടൊരു ചായ ഉണ്ട്. ഇപ്പൊക്കെ ഒളിച്ചൊക്കെ നിൽക്കുന്നത് അത്രയ്ക്കേ ഉള്ളൂ. യെസ്, ബാക്കിയുള്ള ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ടൈം ശരിയായിരുന്നു. ഞങ്ങൾ നായ പോണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, they making sounds to attract their opposites. ടൈമില് അതെ 3:30ക്ക് 11:30ക്ക് 3:30ക്ക് ഒരു ബർത്ത് ഷോ ഉണ്ടായി. പിന്നെ 11:30 ആ അതെ 12:30ക്ക് ഉണ്ടായി. ഹോൺബിൽ ഷോ ഉണ്ടായി. പിന്നെ എഡ്യൂക്കേഷൻ ടൂറൊക്കെ ഇവര് തന്നെ ഗൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ആക്ച്വലി ഏറ്റവും പറയാനുള്ളത് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ലൈക്ക് നമ്മളിപ്പോ ഇപ്പൊ കവർ ചെയ്ത നാഷണൽ മോണ്യുമെന്റ്, പിന്നെ ഫ്രീഡം പാർക്ക്, പിന്നെ ഇതൊക്കെ പറയതേ പിന്നെ കിങ് പാലസ്, അതൊന്നും കുട്ടികൾക്ക് കാണാൻ വാവ് ഫാക്ടർ ഇല്ല അവർക്ക്. പക്ഷെ ഇവിടെ അവർക്ക് ഒത്തിരി ഇഷ്ടാവും. Shall we go? വാ, നമ്മുടെ ഇവിടുത്തെ ടൂർ കഴിയുവാണ്. We are going to the next place and that is എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ബേർഡ്സ് ഐ വറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് എങ്ങോട്ടാ പോയതുള്ളത് നെക്സ്റ്റ് പാർട്ടി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ചച്ച ബൈ.